ഹലോ ഗൈസ്, വെൽക്കം ടു ARVS ഫാമിലി. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇഡ്ലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ബ്രിഞ്ചാൾ ബജ്ജി. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 3 ബ്രിഞ്ചാൾ, 4 തക്കാളി, 3 വലിയുള്ളി, ഒരു 3 വെളുത്തുള്ളി, 5 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ കുക്കറെടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വലിയുള്ളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റണേ. ബ്രൗൺ കളർ ആവണം കേട്ടോ. ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയ ശേഷം അതിലോട്ട് നമുക്ക് സ്ലൈസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. തക്കാളി അതുപോലെ നന്നായി വഴറ്റി എടുക്കണം. നന്നായി വഴറ്റി എടുത്ത ശേഷം പിന്നെ നമ്മളതിൽ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണേ. വെളുത്തുള്ളി 3 എണ്ണം, അതിന് നമ്മൾ ചെറുതായോ എങ്ങനെ വേണമെങ്കിലും അറിയാം. അതിട്ട് അത് നന്നായി വഴറ്റിയ ശേഷം അതിലോട്ട് 5 പച്ചമുളക് നടുവ് കട്ട് ചെയ്തത് അതും അതിലിട്ട് നന്നായി വഴറ്റുക. അത് നന്നായി വഴറ്റി എടുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാൾ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാൾ അതും അതിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ആ ബ്രിഞ്ചാളിൻ്റെ വൈറ്റ് കളറൊക്കെ പോയി അതിൽ ആ ബ്രൗണിഷ് കളർ വരണം. അതുവരെ അത് വഴറ്റണം കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് മുന്നേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും. കളർ വേണ്ടവർക്ക് കുറച്ചുകൂടെ കാശ്മീരി ചില്ലി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി വഴറ്റണം. നന്നായി വഴറ്റിയ ശേഷം ആ കളർ മാറണം. ആ ബ്രിഞ്ചാളിൻ്റെ കളറൊന്ന് മാറിക്കിട്ടണം. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഈ കഷ്ണങ്ങൾക്ക് മേലെ ആയിരിക്കണം വെള്ളം നിൽക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരണം കേട്ടോ. 3 വിസിൽ വരുമ്പോഴേക്കും ഏകദേശം നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും. അഥവാ ഉടഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടെ ഇട്ട് നന്നായി സ്മാഷ് ചെയ്തെടുക്കുക. സ്മാഷ് ചെയ്തെടുത്ത ശേഷം അതിലോട്ട് നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും അതും നന്നായി ഇട്ട് മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ മേലെ ഒഴിക്കാം. പ്യുവർ വെളിച്ചെണ്ണ, നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബ്രിഞ്ചാൾ ബജ്ജി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.